ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 24 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോ പറയുന്നൊരു കാര്യം ഇതാണ്: എന്നെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുന്നവനെ ഞാനും ഏറ്റുപറയും, എന്നാൽ മനുഷ്യരുടെ മുൻപിൽ എന്നെ നിരാകരിക്കുന്നവനെ ഞാനും നിരാകരിക്കും. ഒരു യഥാർത്ഥ ആത്മസുഹൃത്തിൻ്റെ ബലമാണ് ഈശോ പറയുന്നത്. ഞാൻ ഇന്നൊരു ക്ലിപ്പ് പരിശോധിച്ചപ്പോൾ ആരാണ് സുഹൃത്ത്? എൻ്റെ എല്ലാ കാര്യങ്ങളും സ്വതന്ത്രമായി പറയുവാനും ഏതൊരു കാര്യത്തിനും എന്നോടൊപ്പമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നവനുമാണ് എൻ്റെ സുഹൃത്ത്. അപ്പോൾ ഈശോ പറയുന്നതാണ്, ചുറ്റുപാടുമുണ്ടാകുന്ന ഒന്നിനെക്കുറിച്ചും അധൈര്യപ്പെടാതെ, അശക്തരാകാതെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. പക്ഷേ എൻ്റെ കൽപ്പനകൾ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു അനുഭവത്തിൽ നിന്നുകൊണ്ട് നീ പ്രഘോഷിക്കുക, പ്രഖ്യാപിക്കുക. അപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതം ഉദാത്തമാണ്. ഈശോ പറയുന്നുണ്ട്, യജമാനനേക്കാൾ വലിയ ശിഷ്യനില്ല എന്ന്. അതേപോലെ തന്നെ മാസ്റ്ററുടെ മുകളിൽ ഒരു വിദ്യാർത്ഥിക്ക് കടന്നു കയറാൻ സാധിക്കില്ല. ഇന്നലെ നമ്മൾ കണ്ടു, തെലങ്കാനയിൽ, ആന്ധ്രാപ്രദേശിൽ 2 വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു പ്രധാനാധ്യാപകനെ കുത്തിക്കൊന്നു. കാരണം പറഞ്ഞത് മുടിവെട്ടി സ്കൂളിൽ വരാൻ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ ഇന്നലെ അവിടെ അധ്യാപകരെ ആദരിക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു. എന്നിട്ടാണ് ആ 2 വിദ്യാർത്ഥികൾ ആ പ്രധാനാധ്യാപകനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് പോലും ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത വണ്ണം അത്ര മാരകമായി കുത്തിമുറിവേൽപ്പിക്കപ്പെട്ടത്, അയാൾ മരിച്ചത്. ഇവിടെ എങ്ങനെ ഒരു ഗുരുവിനോട് ശിഷ്യർ കാണിക്കുന്ന ആ ഒരു തെമ്മാടിത്തരത്തെ എന്താ പറയാൻ സാധിക്കുക? ഈശോ പറയുന്നത്, നമ്മളെ സ്വർഗരാജ്യത്തിൽ അവിടുന്ന് ഏറ്റുപറയണമെങ്കിൽ നമ്മൾ അവിടുത്തെ ഏറ്റുപറയുന്നതിൽ മടി കാണിക്കേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.